ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റഡി വിത്ത് മീയിൽ അടുത്തൊരു ഭാഗമാണ് നോക്കുന്നത്. നമ്മൾ ചാപ്റ്റർ 1 ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നീൽസ് ബോർ ആറ്റം മോഡൽ, നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയെ പറ്റിയാണ് പഠിക്കുന്നത്. റദർഫോർഡിൻ്റെ ആറ്റം മാതൃകയെ പരിമിതികൾ പരിഹരിക്കുന്നതിനായി വന്ന ആറ്റം മോഡലാണ് നീൽസ് ബോർ ആറ്റം മാതൃക, ആറ്റം മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ആശയങ്ങൾ, മെയിൻ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് ഓർബിറ്റ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇരുന്ന ഇലക്ട്രോൺസ് കറങ്ങുകയാണ്, അതും ഫിക്സഡ് ഓർബിറ്റിൽ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട്, ഡെഫിനിറ്റ് എനർജി ഉണ്ട്. അതുകൊണ്ട് ഓർബിറ്റിനെ എനർജി ലെവൽസ്, ഊർജ നിലകളെന്നും വിളിക്കുന്നു. ഓർബിറ്റിലെ ഇലക്ട്രോൺ ഒരു നിശ്ചിത ഊർജ്ജം ഉണ്ടായതുകൊണ്ട്, ഡെഫിനിറ്റ് എനർജി ഉണ്ടായതുകൊണ്ട് ഓർബിറ്റ്സിനെ എനർജി ലെവൽസ്, ഊർജ നിലകളെന്ന് വിളിക്കുന്നു. ആസ് ലോങ് ആസ് ദി ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ദെയർ എനർജി ഡസ് നോട്ട് ചേഞ്ച്. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഒരു മാറ്റവും ഇലക്ട്രോണിൻ്റെ ഊർജത്തിന് സംഭവിക്കുന്നില്ല. അതിനാൽ ഓർബിറ്റ് ആർ നോൺ ആസ് സ്റ്റേഷനറി എനർജി ലെവൽസ്. ഓർബിറ്റുകളെ സ്ഥിരോർജ നിലകളെന്നും അറിയപ്പെടുന്നു. The energy of the orbit increases as the distance from the nucleus increases. കേന്ദ്രഭാഗം ആണ് ന്യൂക്ലിയസ് എന്ന് നമുക്കറിയാം. ഈ ന്യൂക്ലിയസിൽ നിന്ന് ദൂരം കൂടുന്തോറും ഓർബിറ്റിൻ്റെ എനർജി കൂടും. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നു. എനർജി ഈസ് എമിറ്റഡ് when the electron shifted from orbits of higher energy to orbits of lower energy. ഹയർ എനർജിയിൽ നിന്നും, ഓ ഷെല്ലിലാണ് ഹയർ എനർജിയിൽ നിന്നും കെ ഷെല്ലിലേക്ക് അല്ലെങ്കിൽ താഴോട്ട് വരുന്ന എല്ലാം ലോവർ എനർജിയാണ്. ലോവർ എനർജിയിലേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ്, ഇലക്ട്രോൺ മാറുമ്പോഴത്തേക്ക് ഊർജം പുറത്തേക്ക് വിടുന്നു. ഇനി ഊർജം ആഗിരണം ചെയ്യപ്പെടുന്ന, അബ്സോർവ് ചെയ്യപ്പെടുന്ന എപ്പോഴാണ്? ലോവർ എനർജി ലെവലിൽ നിന്ന്, കുറഞ്ഞ ഊർജമുള്ള ഓർബിറ്റിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക്, ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോഴാണ് ഊർജം ആഗിരണം ചെയ്യപ്പെടുന്നത്. എനർജി ഈസ് അബ്സോർബ്ഡ്. ഓർബിറ്റർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഗീവിങ് നമ്പേഴ്സ് 1 2 3 4 5. ഓർബിറ്റുകൾക്ക് നമുക്ക് 1 2 3 4 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകാവുന്നതാണ്. ഈ ഓർബിറ്റ്സിനെ ഷെല്ലെന്നും വിളിക്കും. ഈ ഷെല്ലുകളെ നമുക്ക് ഓർബിറ്റിൻ്റെ നമ്പർ നമ്മൾ ഇട്ടെന്ന് പറഞ്ഞു, 1 2 3. ഓർബിറ്റ് 1 ആണെങ്കിൽ അത് കെ ഷെല്ലാണ്, ഓർബിറ്റ് 2 ആണെങ്കിൽ അത് എൽ, 3 ആണെങ്കിൽ എം, എൻ, ഒ, അങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കെ എൽ എം എൻ ഒ എക്സെട്ര റെസ്പെക്റ്റീവ്ലി ആയിട്ടാണ് തുടർച്ചയായിട്ട് പോകുന്നതായിട്ട് ഷെല്ലുകളെ നമുക്ക് കൺസിഡർ ചെയ്യാം. പ്രോട്ടോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിലാണ് ഇരിക്കുന്നത്, ചാർജ് പോസിറ്റീവാണ്, മാസ് വരുമ്പോൾ 1.007727 U. പ്രാക്ടിക്കൽ യൂസിനൊക്കെ, പ്രായോഗിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് 1 U ആയിട്ടാണ് എടുക്കുന്നത്. ഇലക്ട്രോണിൻ്റെ പൊസിഷൻ ഓർബിറ്റിലാണ്, ആറ്റത്തിൽ സ്ഥാനം ഓർബിറ്റിലാണ്. ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ് ഇലക്ട്രോണിന്. മാസ് എന്ന് പറയുന്നത് 0.000548 U എന്നാണ്. പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ന്യൂക്ലിയസിലാണ് ഇരിക്കുന്നത്. ആറ്റത്തിൽ ന്യൂക്ലിയസിൽ ഇരിക്കുന്ന 2 ആൾക്കാരാണ് പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ന്യൂട്രോണിൻ്റെ ചാർജ് 0 ആണ്, ചാർജ് ഇല്ല. അതിൻ്റെ മാസ് 1.000866 U ആണ്. പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അവരുടെ ചാർജ്, ന്യൂട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1 U ആണ്. അപ്പോൾ ഇവിടെ U എന്ന് പറയുന്നത് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ആറ്റങ്ങളുടെ മാസിനെ രേഖപ്പെടുത്തുന്ന രീതിയാണ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് U എന്ന് പറയുന്നത്. ദി മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് 1/1837 പാർട്ട് ഓഫ് ദി മാസ് ഓഫ് എ പ്രോട്ടോൺ. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1/1837 ഭാഗമാണ്. ജെ തോംസണുമായിട്ട് റിലേറ്റ് ചെയ്ത ചില സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? കണ്ടക്ടർ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ്. അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി, അങ്ങനെയാണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്. ഡിസ്കവേർഡ് ഇലക്ട്രോണിനെ കണ്ടെത്തി. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ഇലക്ട്രിക്കൽ ചാർജ്, അതുപോലെ തന്നെ മാസ്, ചാർജ് ബൈ മാസ് റേഷ്യോ അനുപാതവും കണ്ടെത്തി.
പ്രൊപ്പോസ് ദി പ്ലം പുഡിംഗ് മോഡൽ. അദ്ദേഹം ആണ് പ്ലം പുഡിംഗ് മോഡൽ മുന്നോട്ട് വെച്ചത്. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത് J.J. തോംസൺ ആണ്. ഇനി അറ്റോമിക് നമ്പറും മാസ് നമ്പറും എങ്ങനെ കണ്ടെത്താൻ നോക്കാം. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് ഈക്വലാണ്, അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് ഈക്വലാണ്. അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണത്തിനും ഇലക്ട്രോണുകളുടെ എണ്ണത്തിനും ഈക്വലാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അറ്റോമിക് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇസഡ് എന്ന അക്ഷരം ഉപയോഗിച്ചാണ്. ഏതക്ഷരമാണ്? ഇസഡ് എന്ന അക്ഷരം ഉപയോഗിച്ചാണ്. ന്യൂക്ലിയസിനുള്ളിലുള്ള കണികകളാണ്, പാർട്ടിക്കിൾസ് ആണ് പ്രോട്ടോണും ന്യൂട്രോണും. ഈ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് നോൺ ആസ് ഇസ് മാസ് നമ്പർ. മാസ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എ. മാസ് നമ്പർ എ എന്ന അക്ഷരം ഉപയോഗിച്ചും അറ്റോമിക് നമ്പർ ഇസഡ് എന്ന അക്ഷരം ഉപയോഗിച്ചുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അറ്റോമിക് നമ്പർ നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വലാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസിനും ഈക്വലാണ്. അപ്പോൾ മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. എ മൈനസ് ഇസഡ്. എ എന്ന് പറയുന്ന മാസ് നമ്പർ, ഇസഡ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയാണ് അറ്റോമിക് നമ്പർ ഇസഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ കൊടുക്കുന്നതാണ് എ മാസ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ തന്നിട്ടുണ്ട്, അവയിൽ നിന്ന് എങ്ങനെയാണ് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ക്ലോറിൻ 1735. ഇവിടെ നോക്കൂ, ക്ലോറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്നതാണ് അറ്റോമിക് നമ്പർ ഇസഡ് എന്ന് പറയുന്നത്, മുകളിൽ കാണുന്നതാണ് മാസ് നമ്പർ എ എന്ന് പറയുന്നത്. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? അറ്റോമിക് നമ്പറിന് ഈക്വലാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണവും അറ്റോമിക് നമ്പറിന് ഈക്വലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 17. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, എ മൈനസ് ഇസഡ്, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക എന്ന് ന്യൂട്രോണിൻ്റെ കാര്യം ഓർത്തോളുക. അപ്പോൾ ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത് എ മൈനസ് ഇസഡ്. അപ്പോൾ 35 മൈനസ് 17 18 ഇവിടുത്തെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി കാൽഷ്യത്തിൻ്റെ നോക്കാം. കാൽഷ്യത്തിന് അറ്റോമിക് നമ്പർ 20, മാസ് നമ്പർ 40. ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം ഈക്വൽ ടു അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പറിന് ഈക്വലാണ് പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ 20 കിട്ടും. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക, അത് ഓർത്തോളൂ. അല്ലെങ്കിൽ ന്യൂട്രോണിൻ്റെ എണ്ണം മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും, അതും 20. അപ്പോൾ പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം കാൽഷ്യത്തിൽ 20. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്നത് ചിലത് ചെയ്യാം. ഓക്സിജൻ 816, അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 8. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 16. മുകളിൽ കിടക്കുന്നതാണ് മാസ് നമ്പർ. അപ്പോൾ അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ 16 ആണ്. ഇനി പ്രോട്ടോണുകളുടെ എണ്ണം ഏതിന് ഈക്വലാണ്? അറ്റോമിക് നമ്പറിന് ഈക്വലാണ്. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണവും 8. ഇനി ഇലക്ട്രോണുകളുടെ എണ്ണവും അറ്റോമിക് നമ്പറിന് ഈക്വലാണ്, അതും 8. ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് വരുന്നത്? 16 മൈനസ് 8, എ മൈനസ് ഇസഡ്. അപ്പോൾ 16 മൈനസ് 8, ന്യൂട്രോണിൻ്റെ എണ്ണം 8. ഇങ്ങനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം നമ്മൾ ഒരു സിമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് എഴുതുന്നത്. ഇനി നമുക്ക് നിയോൺ നോക്കാം. നിയോണിൽ താഴെ കൊടുത്തേക്കുന്നതാണ് അറ്റോമിക് നമ്പർ ഇസഡ് 10, മാസ് നമ്പർ എ 20. അപ്പോൾ ഇവിടുത്തെ അറ്റോമിക് നമ്പർ എത്രയാണ്? 10 അറ്റോമിക് നമ്പർ. ഇനി മാസ് നമ്പർ എത്രയാണ് വരുന്നത്? 20 മാസ് നമ്പർ, മുകളിലത്തെയാണ് മാസ് നമ്പർ. പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പറിന് ഈക്വലാണ്, അപ്പോൾ 10. ഇലക്ട്രോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പറിന് ഈക്വലാണ്, അപ്പോൾ അതും 10. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം എന്താണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പറാണ്, അപ്പോൾ ഇവിടെ 20 മൈനസ് 10, അതും 10. ഇനി നമുക്ക് തോറിയത്തിൻ്റെ കേസ് നോക്കാം. തോറിയത്തിൽ മാസ് നമ്പർ 232 അറ്റോമിക് നമ്പർ 90 ഇസഡ് എന്ന് പറയുന്നത് 90,
അറ്റോമിക് നമ്പറാണ് ഇസഡ് എന്ന് പറയുന്നത്. അക്ഷരം ഇസഡ് ആണ്, ഓർത്തോണം, തെറ്റിപ്പോവരുത് അത്. ഇനി അതിൽ മാസ് നമ്പർ എ ആണ്. എ എന്ന് പറയുന്നത് എത്രയാണ്? 232. ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഇവിടുത്തെ അറ്റോമിക് നമ്പർ 90. ഇനി മാസ് നമ്പർ 232 മാസ് നമ്പർ. പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പറിന് ഈക്വലാണ്, അതും 90. ഇലക്ട്രോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പറിന് ഈക്വലാണ്, അതും 90. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പറാണ്. അപ്പോൾ 232 മൈനസ് 90 142 എന്ന് കിട്ടും. 142 എന്ന് കിട്ടും. 142 എന്ന് കിട്ടും. സിങ്ക് 3065 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നത് മാസ് നമ്പറാണ്. മാസ് നമ്പർ എ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ ഇസഡ് ആണ്. അപ്പോൾ ഇസഡ് 3065 നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻസ് എഴുതാം? അറ്റോമിക് നമ്പർ 30 ആണ്. മാസ് നമ്പർ 65 ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പറിന് ഈക്വലാണ്, അപ്പോൾ 30. ഇലക്ട്രോണുകളുടെ എണ്ണവും അറ്റോമിക് നമ്പറിന് ഈക്വലാണ്, അപ്പോൾ 30. ന്യൂട്രോണുകളുടെ എണ്ണം 65 മൈനസ് 30 എത്ര എന്ന് കിട്ടും? 35 എന്ന് കിട്ടും. പ്രോട്ടോണുകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതാം, അറ്റോമിക് നമ്പറും എഴുതാം. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നതെങ്കിൽ മാസ് നമ്പർ കണ്ടുപിടിക്കാം. പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. താങ്ക്